ഈ ജോലി ആകുന്നതിന്റെ മുന്നൊരു ടൈം നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഇപ്പം ശരിയാകുമോ. ഞാൻ ബിടെക് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഡാറ്റാ സയൻസ് എന്നുള്ള ഒരു ഇതിലോട്ട് മാറുന്നത്. ബിടെക്കിലായിരുന്ന സമയത്ത് നമ്മളിങ്ങനെ ജോബിനൊക്കെ അപ്ലൈ ചെയ്യും. കോളേജിൽ അങ്ങനെ പ്ലേസ്മെന്റ് ഒന്നും പറഞ്ഞ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. പ്രൊജക്റ്റ് ആയിട്ടും ഒന്നുമില്ല, സ്കില്ലായിട്ടും ഒന്നുമില്ല. അപ്പോഴാണ് ഇങ്ങനെ പൈത്തൺ ഇഷ്ടമായിരുന്നു. അപ്പൊ പൈത്തൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് ഡാറ്റാ സയൻസ് അഥവാ എഐയിലോട്ട് മാറാന്നുള്ള ഇതിലോട്ട്. അപ്പൊ ആ ടൈമില് സ്പെക്കിൽ ഇങ്ങനെ ഇതുണ്ട്. അപ്പൊ സ്പെക്കി വന്ന് ബൈജു സാറുമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടി ഇവിടെ എന്നിട്ട് ജോയിൻ ആകുന്നത്. നമ്മുടെ ക്ലാസ്സിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണേലും ടീച്ചർമാരാണേലും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഒരു പ്രൊജക്ട് ഐഡിയ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുന്ന മൊത്തം മണ്ടത്തരായിരിക്കും. പക്ഷെ എന്നാൽ പോലും മിസ് ഇങ്ങനെ പറയും ഓക്കെ ഇത് ചെയ്ത് നോക്ക്. പിന്നെ റൂബൻ സാർ പറയുകയാണെങ്കിൽ സാർ അവിടെ ഇരുന്ന് ഭയങ്കര പേഷ്യന്റ് ആയിട്ട് നീ ഇന്ന ചെയ്ത കാര്യം ഓക്കെ ആണ്, പക്ഷെ ഇത് നമുക്ക് ഇന്നത് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് ഒരു 5-6 പ്രൊജക്ട്സ് ഞാൻ ചെയ്തു. കോഡിങ് ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം. കോഡിങ്ങിലല്ല കാര്യം എന്നുള്ളത് നമ്മുടെ ഐഡിയ എന്താണ്. നമുക്കൊരു ഐഡിയ ഉണ്ട്, നമുക്ക് ഇന്നൊരു സാധനം ചെയ്യാൻ പറ്റും. ഇതിൽ സപ്പോർട്ടായിട്ട് ഇപ്പൊ സാറുമാർ വന്ന് അവർ പറഞ്ഞുതരും ഓക്കെ ഇന്ന സ്റ്റാക്ക് യൂസ് ചെയ്യുക, ഇന്ന കാര്യങ്ങൾ യൂസ് ചെയ്യുക. നമ്മൾ അതിൽ നിന്ന് ഒരു പ്രൊജക്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കും. പ്ലേസ്മെന്റ് കാര്യം പറയാനാണെങ്കിൽ ജോലി ആകുന്നതിന്റെ മുന്നൊരു ടൈം നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഇന്റർവ്യൂസ് ആണെങ്കിലും നമുക്ക് വരാനുള്ളൊരു ഗ്യാപ്പ് വരുമ്പോൾ സാറിനെ നമ്മളിങ്ങനെ വിളിക്കും. സാറിനെ എത്ര പ്രാവശ്യം വിളിച്ചാലും ഒരു കുഴപ്പമില്ല, ടെൻഷൻ അടിക്കാൻ നമുക്ക് സെറ്റ് ആക്കാം. ആ ഒരു സംഭവം പറയുന്നത് തന്നെ നമുക്കൊരു വലിയ കോൺഫിഡൻസ് ആണ്.